കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ശേഷിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള തിരക്കിട്ട ശ്രമങ്ങൾ നടത്തുകയാണ് കോൺഗ്രസും അതുപോലെ തന്നെ ബിജെപിയും മറ്റ് രാഷ്ട്രീയ കക്ഷികളുമൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. കോൺഗ്രസിൻ്റെ സ്ക്രീനിംഗ് കമ്മിറ്റി ചേരും. ബംഗളൂരുവിൽ ചേരുന്ന യോഗത്തിൽ ഇനി 100 സീറ്റിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കും എന്നാണ് കരുതുന്നത്. 124 സീറ്റിലെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ 100 സീറ്റിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കുന്നതോടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറെക്കുറെ പൂർത്തിയാക്കും. സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ പട്ടിക AICCക്ക് കൈമാറും. AICC ആയിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമമായ ഒരു പ്രഖ്യാപനം നടത്തുക. അതോടൊപ്പം തന്നെ ഈ സർവേ ഫലങ്ങൾ കർണാടകയിൽ നിന്ന് പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. കർണാടകയിലെ വോട്ടർമാരുടെ രീതി എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് സി വോട്ടർ സർവേ കം ഒപ്പീനിയൻ പോൾ പുറത്ത് വിട്ടിരിക്കുന്നു. അതിൽ കൂടുതലും പ്രകടമാകുന്നത് സർക്കാർ വിരുദ്ധ വികാരമാണ്. ഈ പ്രതികരിച്ചവരിൽ 57% ആളുകളും സംസ്ഥാന സർക്കാരിൽ അതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത്. അതേസമയം 17 പേർ മാത്രമാണ് സർക്കാരിനെ ഈ സർവേയിൽ പിന്തുണച്ചിട്ടുള്ളത്. സർവേയിൽ പങ്കെടുത്ത 47% പേരും മുഖ്യമന്ത്രിയുടെ പ്രകടനം മോശമാണ് എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഏതായാലും കർണാടകത്തിൽ കോൺഗ്രസിനാണ് ജയസാധ്യത കൂടുതൽ എന്ന് സി വോട്ടർ സർവേ പറയുന്നു. സർവേയിൽ പ്രതികരിച്ച 39% പേരും ഈ അഭിപ്രായമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം BJP വീണ്ടും അധികാരം നിലനിർത്തും എന്ന് 34% പേർ മാത്രമേ വ്യക്തമാക്കുന്നുള്ളൂ. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2022 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹിമാചൽ പ്രദേശിൽ സി വോട്ടർ ഇതുപോലെ ഒരു സർവേ നടത്തിയിരുന്നു. അന്ന് 46% പേർ BJP അധികാരത്തിൽ വരും എന്ന് ആണ് അഭിപ്രായപ്പെട്ടത്. എന്നാൽ 43% പേരെ കോൺഗ്രസ് ജയിക്കൂ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നേരെ വിപരീതമായാണ് വന്നത്. ചെറിയൊരു ഭൂരിപക്ഷത്തിനാണെങ്കിലും അവിടെ BJPക്ക് അധികാരം നഷ്ടമാവുകയും. അതുകൊണ്ട് ഈ സർവേ ഫലങ്ങൾ എത്ര കണ്ട് പ്രസക്തമാണ് എന്നത് വ്യക്തമല്ല. പക്ഷേ ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സർവേ ഫലങ്ങൾ. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ ചിത്രങ്ങളും വ്യക്തമാകും. ഒപ്പം തന്നെ ഈ ഒളിവിൽ പോയ ഖാലിസ്ഥാൻവാദി അമൃത്പാൽ സിംഗിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. 12ാമത്തെ ദിവസവും അമൃത്പാൽ സിംഗിനെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അമൃത്പാൽ സിംഗിനായുള്ള തിരച്ചിൽ ശക്തമാക്കി. അമൃത്സറിലും ഹോഷിയാർപൂറിലും ഒക്കെ പോലീസ് ഇതിനു വേണ്ടിയുള്ള വല വിരിച്ചിട്ടുണ്ട്. ഇടയിൽ ഈ ഹോഷിയാർപൂറിനിടയിൽ അമൃത്പാൽ സിംഗ് ഉണ്ട് എന്ന, അമൃത്സറിനും ഹോഷിയാർപൂറിനും ഇടയിൽ അമൃത്പാൽ സിംഗ് ഉണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് പോലീസ് വ്യാപകമായ തിരച്ചിൽ കഴിഞ്ഞ ദിവസം നടത്തി. ഇതിനിടെ ഒളിവിൽ പോയ ശേഷമുള്ള അമൃത്പാൽ സിംഗിൻ്റെ ആദ്യ വീഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. തനിക്കെതിരായി പോലീസ് നടപടിക്കെതിരെ സിഖ് ജനത ഒന്നിക്കണം എന്ന് അമൃത്പാൽ സിംഗ് പഞ്ചാബിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾക്ക് ഇത് ഈ സിഖ് ഐക്യത്തിൻ്റെ ആവശ്യം ബോധ്യമാകണം എന്നാണ് അമൃത്പാൽ സിംഗ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ സന്ദേശം പുറത്തു വരുന്നതിന് മുൻപ് നേരത്തെ അമൃത്പാൽ സിംഗ് കീഴടങ്ങിയേക്കും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കീഴടങ്ങിയിട്ടില്ല. അയാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു. ഏതായാലും സുവർണക്ഷേത്രത്തിനും സമീപത്തുമൊക്കെ പോലീസ് സുരക്ഷാ സംവിധാനം ശക്തമാക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം പോലീസ് റൂട്ട് മാർച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത ഈ രാഹുൽ ഗാന്ധി സംബന്ധിച്ചതാണ്. മോദി വിരുദ്ധ പരാമർശത്തിൽ രാഹുലിനെതിരെ പറ്റ്ന കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. ഏപ്രിൽ 12 ഹാജരാകണം എന്നാണ് നോട്ടീസ്. BJP നേതാവ് സുശീൽ മോദിയുടെ പരാതിയിൽ ആണ് കോടതി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന ദേശീയ വാർത്തകൾ. ഓവർ ടു യു സജിത്ത് ആൻഡ് ശ്രീജിത്ത്.